ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻറ്റിലോട്ട് ഏവർക്കും സ്വാഗതം. IPL ചെന്നൈ സൂപ്പർ കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ നടന്ന ഇന്നത്തെ മത്സരത്തിൽ ചെന്നൈക്ക് തകർപ്പൻ വിജയം, 8 വിക്കറ്റിൻ്റെ വിജയമാണ് ചെന്നൈ കരസ്ഥമാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് നടന്ന മത്സരത്തിലും നമ്മുടെ സഞ്ജു സാംസൻ്റെ തകർപ്പൻ സെഞ്ചുറിയോടെ ഡൽഹിനെ ചെന്നൈ കെട്ടുകെട്ടിച്ചിരുന്നു. ഈ രണ്ടാമത്തെ മത്സരത്തിലും ചേട്ടൻ്റെ തകർപ്പൻ പ്രകടനം, 87 റൺസ് നോട്ട് ഔട്ടാണ് ചെന്നൈക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ സഹായിച്ച് 2 പോയിൻറ്റും കരസ്ഥമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത നമ്മുടെ ഡൽഹി നിശ്ചിത 20 ഓവറിൽ 155-7 എന്ന നിലയിലായിരുന്നു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈക്ക് വേണ്ടി സഞ്ജുവിൻ്റെയും അതേപോലെ തന്നെ ഉർവിൽ പട്ടേൽ, കാർത്തിക് എന്നിവരുടെ മികച്ച പ്രകടനമാണ് ചെന്നൈക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ സഹായിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിക്ക് വേണ്ടി നിസംഗ 19, KL രാഹുൽ 12, നിതീഷ് റാണ 15, കരുൺ നായർ 13, അക്ഷർ പട്ടേൽ 2, സ്റ്റെപ്സ് 38, സമീർ റിസ്വി 40, അശുതോഷ് ശർമ്മ 14 എന്നിങ്ങനെയാണ് അവർക്ക് വേണ്ടി ബാറ്റിങ്ങിൽ പ്രകടനം. ബൗളിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ചെന്നൈക്ക് വേണ്ടി നമ്മുടെ അക്കീൽ ഹുസൈൻ 4 ഓവർ 19-1, മുകേഷ് ചൗധരി 4 ഓവറിൽ 31-1, കാംബോജി 4 ഓവറിൽ 49, നൂർ അഹമ്മദ് 3 ഓവറിൽ 22-2, ഗുർജപ്രീത് സിംഗ് 4 ഓവറിൽ 29-1, ഓവർടൺ 1 ഓവറിൽ 5 റൺസിന് 1 വിക്കറ്റ് എന്നിങ്ങനെ മികച്ച ബൗളിങ്ങിൽ മികച്ച പ്രകടനമാണ് ശരിക്കും പറഞ്ഞാൽ ഡൽഹിനെ 155 ഒതുക്കിയത്. മറുപടി ബാറ്റിങ്ങിൽ ഇറങ്ങിയ ചെന്നൈക്ക് വേണ്ടി നമ്മുടെ ചേട്ടൻ സഞ്ജു സാംസൺ 52 ബോളിൽ 87 റൺസാണ്, 7 ഫോറും 6 പടുകൂറ്റം 6ഉമാണ് നേടിയത്. ഋതുരാജ് ഗൈക്വാദ് 13 ബോളിൽ 6 റൺസ് പെട്ടെന്ന് പുറത്തായെങ്കിലും ഉർവിൽ പട്ടേൽ സഞ്ജുവിന് മികച്ച പിന്തുണയാണ് നൽകിയത്. 9 ബോളിൽ 17 റൺസ്, 2 സിക്സ്. പിന്നെ വന്നത് നമ്മുടെ കാർത്തിക് ശർമ്മ 31 ബോളിൽ 41 റൺസ് എടുത്ത് നോട്ട് ഔട്ട്, പുറത്താകാതെ നിന്നു. 4 ഫോറും 2 സിക്സും മികച്ച പിന്തുണയാണ് സഞ്ജുവിന് നൽകിയത്. സഞ്ജുവിൻ്റെ പ്രകടനം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലോകകപ്പിന് ശേഷമുള്ള സഞ്ജുവിൻ്റെ സ്ഥിരതയാർന്ന പ്രകടനം മാത്രമല്ല, ഒരു ഇരുത്തം വന്ന ടീമിന് വേണ്ടി എന്താണ് വേണ്ടത്, ഏത് സമയത്ത് സ്ഥാനം എങ്ങനെ കളിക്കണം, മുട്ടേണ്ട സമയത്ത് മുട്ടി അല്ലെങ്കിൽ അടിക്കേണ്ട സമയത്ത് അടിക്കുക, ഏത് ബൗളറെ അടിക്കണം അല്ലെങ്കിൽ ഏത് ബൗളറെ നമ്മൾ ബഹുമാനിക്കണമെന്ന് ശരിക്കും അറിഞ്ഞ് ഗ്രഹപാഠം ചെയ്താണ് സഞ്ജു ഇന്ന് കളത്തിലുണ്ടായിരുന്നത്. തുടക്കം മുതൽ അവസാനം വരെ നിലയുറപ്പിച്ച് നിന്ന് ടീമിനെ വിജയിപ്പിക്കുക എന്ന തന്ത്രം തന്നെയാണ് സഞ്ജു ഇന്നും പയറ്റിയത്. അപ്പോൾ ഇന്നത്തെ കളിയിലെ മാൻ ഓഫ് ദ മാച്ചും നമ്മുടെ സഞ്ജു സാംസൺ ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ വരാം. ബൈ.